ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ പോളിയോ ദിനമാണ്. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മൾ പോളിയോ കൊടുക്കാൻ പോയ ദിവസത്തെ ഒരു വീഡിയോ ആണ്. ആ ദിവസം നമുക്ക് ഉച്ചയ്ക്ക് നെയ്ച്ചോറും ഇറച്ചിക്കറിയും പപ്പടവും സലാഡും ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ പോളിയോ വാക്സിൻ എടുക്കാൻ പോയത്. അങ്ങനെ 3 ആളിനെ ഒരുക്കി നിർത്തി. അപ്പോൾ ഒരാളും കൂടെ ഒരുങ്ങാനുണ്ട്. ആ വെയിറ്റിങ്ങിൽ കുഞ്ഞിയുടെ ഐസുട്ടിൻ്റെയും കുഞ്ഞുവാവയുടെ ഒക്കെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുക്കി നിർത്തിയിട്ട് ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കുവാണ്. കുഞ്ഞിക്ക് വയസ്സൂട്ടനും ചിന്നമ്മായും കസിനും ഒക്കെ തന്ന ഡ്രസ്സ് ഇട്ടു. ഇപ്പൊ മാച്ചിങ് ആയത് കാരണം അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിർത്തി ഫോട്ടോ എടുക്കാൻ നോക്കുവാണ്. പിന്നെ കുഞ്ഞുവാവ ഇങ്ങനെ ചിന്നമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തെ കാഴ്ചകളും മഴയും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ അവളുടെ ഓരോരോ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തോണ്ടിരിക്കുവാണ്. അങ്ങനെ കുഞ്ഞു മക്കളെ 4 പേരെയും റെഡിയാക്കി ഞാനും നത്തൂനും അമ്മായും കൂടെ ഹജീറണന്റെ ഓട്ടോയില് നമ്മൾ പഠിച്ച സ്കൂളിലേക്കാണ് പോളിയോ എടുക്കാൻ പോയത്. പിന്നെ അമ്മച്ചിമ്മായിക്ക് പനിയായത് കാരണം അമ്മച്ചിമ്മായും ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അമ്മച്ചിമായ ക്ലിനിക്കിൽ ഇറക്കിയിട്ട് നമ്മൾ സ്കൂളിലേക്കാണ് പോയത്. അങ്ങനെ ആദ്യം ഐസൂട്ടനാണ് കൊടുക്കാൻ പോയത്. ഐസൂട്ടൻ തീരെ നിന്നില്ല. അവൻ വിചാരിച്ചു ഇഞ്ചക്ഷനോ വല്ലതും ആണെന്ന് വിചാരിച്ച് ഇറങ്ങി ചാടി. പിന്നെ കുഞ്ഞുമാവയ്ക്ക് കൊടുക്കുന്ന കണ്ടപ്പോൾ അവന് സമാധാനമായി. അങ്ങനെ കയ്യിലൊക്കെ വരച്ചു കൊടുത്ത് ലേഹാമാവയ്ക്കും കൊടുത്തു. നല്ല അലമ്പായിരുന്നു. അത് കഴിഞ്ഞ് ഐസൂട്ടനും കുഞ്ഞിയും ഒന്ന് അഡ്ജസ്റ്റ് ആയി അവർക്ക് 2 പേർക്കും കൊടുത്തു. നമ്മൾ പഠിച്ച സ്കൂളല്ലേ, അപ്പം കാണാനുള്ള ആഗ്രഹം കൊണ്ട് പുറത്തിറങ്ങിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വന്നു. അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് പോകാനുള്ള ധൃതി കാണിച്ചു. പിന്നെ നമ്മുടെ അംഗനവാടി ടീച്ചറിനെയും ആശാ വർക്കറായ സീനത്തക്കായൊക്കെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ ഇങ്ങനെ നിന്ന്. നമ്മുടെ അടുത്തുള്ള അംഗനവാടിയിലെ ടീച്ചറാണ്, ഐസുട്ടിൻ്റെയും കുഞ്ഞിൻ്റെയും ടീച്ചറല്ല കേട്ടോ അത്. പിന്നെ വീട്ടിൽ വന്ന് മക്കൾക്ക് പൊരിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. നമ്മൾ ചായയൊക്കെ ഇട്ടു കുടിച്ചു. അപ്പോൾ പിന്നെ ചിന്നമ്മ പോകാനുള്ള ധൃതിയിൽ ഇങ്ങനെ നിന്നു. അപ്പോൾ ചെരുപ്പ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എവിടുന്നാ ചെരുപ്പൊക്കെ വാങ്ങിയത്. അപ്പോൾ പറഞ്ഞു സ്റ്റുഡിയോയിലാണ്. അങ്ങനെ നല്ല ചെരുപ്പായത് കാരണം ഞാനൊന്ന് വീഡിയോയിലെടുത്തു. അത് കഴിഞ്ഞ് ചിന്നമ്മ അതാ ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങി. മക്കൾക്കെല്ലാം ടാറ്റ കൊടുത്ത് അവരുമായിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞ് നിന്ന് ഇതൊക്കെ പോവാണ്. പിന്നെ അൻഷാദ് ബ്രോയും വന്നു. പിന്നെ അവനിങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് സന്ധ്യയ്ക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരി ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ചെടുത്തിട്ട് ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ജീരകവും കായപ്പൊടിയും സോഡാപ്പൊടിയും പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന കൂട്ടും കുറച്ച് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുത്തു. ആ ഒരു ടൈമിൽ കുഞ്ഞുവാവയെ കളിപ്പിക്കാനായിട്ട് പോയി. അപ്പോൾ ഐസുടനും കുഞ്ഞുവാവയെ തപ്പ് പൊട്ടിക്കുകയാണ്. ഐസുട്ടിൻ്റെ ഈ കോലം കണ്ട് ആരും പേടിക്കണ്ട. അവൻ എപ്പോഴും ജീൻസ് ഇട്ടുകൊണ്ട് നിൽക്കണം. അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. 1/2 മണിക്കൂറിന് ശേഷം എണ്ണ ചൂടാക്കി ഓരോ സ്പൂൺ മാവ് അതിലേക്ക് കോരി ഒഴിച്ച് ചുട്ടെടുത്തിട്ട് തടവക എല്ലാവർക്കും ഓരോ സുലൈമാനിയും ഉണ്ടാക്കി കൂടെ മഴയും നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.